തച്ചനാട്ടുകരയിൽ യു.ഡി.എഫിന് ഇതുവരെയുള്ള ഭൂരിപക്ഷം പോരാ. 7000 മുതൽ 7500 വരെയുള്ള ഭൂരിപക്ഷം ഇത്തവണ നൽകണമെന്ന് ഒറ്റപ്പാലം മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.കെ. ശശി. പൊളിക്കാൻ കഴിയാത്ത സി.പി.എമ്മിൻ്റെ കോട്ടയല്ല ഒറ്റപ്പാലം മണ്ഡലമെന്നും അദ്ദേഹം പറഞ്ഞു. യു.ഡി.എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു പി.കെ. ശശി. നമ്മൾ ഇതുവരെയുള്ളൊരു ഭൂരിപക്ഷം മതിയോ? 7000 മുതൽ 7500 വോട്ടുകൾ വരെ ചാൻഡിയറുണ്ട് അവിടെ അല്ലേ? വലിയ ഭൂരിപക്ഷത്തിന് 6000 പോരാ, 7000-നും 7500-നും ഇടയിലുള്ള ഭൂരിപക്ഷം നിങ്ങൾ ഈ പഞ്ചായത്തിൽ നൽകണം. വലിയ അത്ഭുതം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആകാശവും ഭൂമിയും ഒന്നാവുന്ന കാലം വന്നാലും ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഉണ്ടാവില്ലെന്നും പി.കെ. ശശി പറഞ്ഞു. ഇതാർക്കും ഭേദിക്കാൻ സാധിക്കാത്ത കമ്മ്യൂണിസ്റ്റ് കോട്ടയൊന്നുമല്ല, CPIM-ന്റെ കോട്ടയൊന്നുമല്ല ഒറ്റപ്പാലം. പണ്ട് പൊളിഞ്ഞ കോട്ടയാണിത് അല്ലേ? ഈ കോട്ട പണ്ട് പൊളിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും നിങ്ങളോട് സഹകരിക്കാത്ത കാലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ കോട്ട ഒരിക്കൽ പൊളിച്ചതാണ്. ആ പൊളിച്ചതിന്റെ അനുഭവം എന്താ? കോട്ട പൊളിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ഇവരൊന്നും പറയുന്നത് പോലെയാ CPIM-ന്റെ ഒരു പ്രത്യേകത, അവര് തകരാൻ പോവുകയാണെങ്കിലും, അത് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ഒരാൾ ഇപ്പൊ ഇതിലുണ്ടാവില്ലല്ലോ. തകരാൻ പോവുകയാണെങ്കിലും സ്വന്തം അണികളെ പറഞ്ഞ് പഠിപ്പിക്കും, നമ്മൾ ജയിച്ച് മുമ്പോട്ട് പോകാൻ പോവുക. അങ്ങനെയാ പഠിപ്പിക്കുക. അതെന്തിനാ പഠിപ്പിക്കുന്നറിയോ? ഉള്ളയാള് പോകാതിരിക്കാൻ, ചോർച്ച സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്നൊരു കാര്യം. അതിന്റെ മോമനെ തകരാൻ പോകുന്ന സന്ദർഭത്തിലും ഞങ്ങൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തും, വളർന്ന് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. നാട്ടുകാരോടും പറയും ഇത് ശക്തിപ്പെടാൻ പോവുകയാണ് എന്ന് പറയും. അതൊരു തട്ടിപ്പാണ്. ആരെന്ത് സംഭവിച്ചാലും ശരി, ആകാശവും ഭൂമിയും ഒന്നാകുന്ന കാലം വന്നാലും ശരി, ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും ശുഭസൂചകമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാസി ലീഗ് ദേശീയ സെക്രട്ടറി M.S. അലവി ഉദ്ഘാടനം ചെയ്തു. സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ, സുരേഷ് തെങ്ങിൻതോട്ടം, ജില്ലാ പഞ്ചായത്ത് അംഗം റഫീഖ പാറക്കോട്ടിൽ, തച്ചനാട്ടുകര പഞ്ചായത്ത് അധ്യക്ഷ റുക്സിനി സെയ്ദ്, ബ്ലോക്ക് അംഗങ്ങളായ A.K. ജയറാം, K.P. അമീൻ റാഷിദ്, പഞ്ചായത്ത് അംഗങ്ങളായ K. ഹംസപ്പ, K. സൈദലവി, ഫൗസിയ ചെങ്ങോടൻ, ഖദീജ യൂസഫ്, നിയോജക മണ്ഡലം UDF കൺവീനർ ഗിരീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ്, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KPM സലീം, B. രാമൻകുട്ടികുത്തൻ, P. ബഷീർ, E.K. മൊയ്തുപ്പ ഹാജി, E. ഗോപാലകൃഷ്ണൻ, C. ജയൻ, P. കുഞ്ഞരവി, മജീദ് അണ്ണാന്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.